ഹായോ, ഇന്ന് നമ്മൾ കമ്പാരിങ് ക്വാണ്ടിറ്റീസ് പറഞ്ഞ ചാപ്റ്ററാണ് നോക്കുന്നത്. റേഷ്യോ എന്താണെന്ന് നോക്കാം. റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്വാണ്ടിറ്റീസ് കമ്പയർ ചെയ്യുക എന്ന് തന്നെയാണ്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഈ ബാസ്കറ്റ് ഹാസ് 2 types of fruits, say 20 apples and 5 oranges. ഒരു ബാസ്കറ്റിൽ 20 ആപ്പിളും 5 ഓറഞ്ചും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് റേഷ്യോ എങ്ങനെയാണ്? റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഓറഞ്ചസ് ടു ദ നമ്പർ ഓഫ് ആപ്പിൾസ്. എന്താണ് നമ്പർ ഓഫ് ഓറഞ്ചസ്? ഇവിടെ എന്താണ്? 5 ആണ്. നമ്പർ ഓഫ് ആപ്പിളോ 20. അപ്പൊ 5/20 അല്ലെങ്കിൽ 5:20 എന്ന് പറയാം. 5:20. 5/20 നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ എഴുതാം? ഈക്വൽ ടു 1/4 എന്ന് എഴുതാം. ഇനി നമുക്കൊരു റേഷ്യോ തന്നിട്ട് അതിനെ പെർസെൻറ്റേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ ഡിനോമിനേറ്റർ, ഇവിടെ ഡിനോമിനേറ്റർ എന്താ? 4 ആണ്. അതിനെ 100 ആക്കി മാറ്റി എങ്ങനെ എന്ത് ചെയ്യുന്നതാണ് നോക്കുന്നത്. ഇവിടെ ഡിനോമിനേറ്റർ എന്താ? 5/20 20 ആണ്. അപ്പോൾ ഡിനോമിനേറ്ററിനെ 100 ആക്കുക പറഞ്ഞാൽ എന്ത് ചെയ്യും? പെർസെൻറ്റേജ് ഓഫ് ഓറഞ്ചസ് എന്താണ്? ഈക്വൽ ടു പെർസെൻറ്റേജ് ഓഫ് ഓറഞ്ചസ് എന്താണ്? 5/20, അതായത് തന്ന റേഷ്യോ ഇൻറ്റു ഡിനോമിനേറ്റർ 100 ആക്കണം. ഇവിടെ 20 ആണ്. ഡിനോമിനേറ്റർ 100 ആകണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5/5. അപ്പം ഇവിടെ ഡിനോമിനേറ്റർ 100 ആവും. ഇപ്പം മുകളിൽ എന്ത് വാല്യൂ വരും? 5 × 5 എന്ന് പറഞ്ഞാൽ 25. 25/100. ഇതാണ് നമ്മുടെ പെർസെൻറ്റേജ്. അതായത് പെർസെൻറ്റേജ് ഓഫ് ഓറഞ്ചസ് എന്താ? 25% ആണ് ഓറഞ്ചസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ പിക്നിക് ഈസ് ബീങ് പ്ലാൻഡ് ഇൻ എ സ്കൂൾ ഫോർ ക്ലാസ് 7. Girls are 60% of the total number of students and are 18 in number. The picnic site is 55 kilometers from the school and the transport company is charging at the rate of ₹12 per kilometer. The total cost of refreshments will be ₹4,280. Can you tell the ratio of the number of girls to the number of boys in the class? എന്താ പറഞ്ഞിട്ടുള്ളത്? പിക്നിക് ക്ലാസ് 7 വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. 60% ഗേൾസ് ആണ് ഒരു ക്ലാസ്സിലുള്ളത്. അവരോ 18 കുട്ടികൾ ഗേൾസ് ആണ്. ഈ 60% ഗേൾസ് ആണ് 18 കുട്ടികളായിട്ടുള്ളത്. അപ്പം ദ പിക്നിക് സൈറ്റ് ഈസ് 55 കിലോമീറ്റർ ഫ്രം ദ സ്കൂൾ. അതിലേക്ക് വരാം. നമുക്ക് ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ഗേൾസ് ടു ദ നമ്പർ ഓഫ് ബോയ്സ് ഇൻ ദ ക്ലാസ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ? നമ്പർ ഓഫ് ഗേൾസിൻ്റെയും നമ്പർ ഓഫ് ബോയ്സിൻ്റെയും റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ എത്ര കുട്ടികളുണ്ടെന്ന് കാണാം. 60/100 ഇൻറ്റു എക്സ്. എക്സ് നമുക്ക് അറിയില്ല. എക്സ് എന്താണ്? എക്സ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എക്സ് ആണെങ്കിൽ 60/100 ഇൻറ്റു എക്സ് ആണെന്ന് 18 എന്ന് പറയുന്നത്. അപ്പൊ എക്സ് എന്തായിരിക്കും? 18 × 100/6. 60. 100 6 3 80 ഈക്വൽ ടു 30. എക്സ് 30 ആണ് കിട്ടി. അപ്പൊ നമ്പർ ഓഫ് ബോയ്സ് എത്രയായിരിക്കും? നമ്പർ ഓഫ് ബോയ്സ് ഈക്വൽ ടു എക്സ് മൈനസ് 18. എന്താണ്? 30 - 18 ഈക്വൽ ടു 12. അപ്പോൾ റേഷ്യോ എന്തായിരിക്കും? റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഗേൾസ് ടു നമ്പർ ഓഫ് ബോയ്സ് ആണ് ചോദിച്ചത്. അപ്പോൾ അങ്ങനെ തന്നെ എടുക്കണം. നമ്പർ ഓഫ് ഗേൾസ് ടു നമ്പർ ഓഫ് ബോയ്സ് എന്നുള്ള റേഷ്യോ, നമ്പർ ഓഫ് ബോയ്സ് ടു നമ്പർ ഓഫ് ഗേൾസ് എന്നുള്ള റേഷ്യോ രണ്ടും വേറെ ആയിരിക്കും. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഏത് റേഷ്യോ ആണ് എന്ന് വ്യക്തമായിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ എഴുതാൻ. ഇവിടെ നമ്പർ ഓഫ് ഗേൾസ് ടു നമ്പർ ഓഫ് ബോയ്സ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഗേൾസ് to the number of boys എന്താണ്? ഈക്വൽ ടു 18/12. എന്താണ്? 3/2. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The cost per head if 2 teachers are also going with the class. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ബാക്കി ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. The picnic site is 55 kilometers from the school and the transport company is charging at the rate of 12 per kilometer. അപ്പോൾ പിക്നിക്ക് 55 കിലോമീറ്ററിലാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ എത്ര ചാർജ് ആവും? ടോട്ടൽ ട്രാവലിംഗ് കോസ്റ്റ് എന്താണ്?
2 into 55 into 12. അങ്ങോട്ട് പോകാൻ ഒരു 55 കിലോമീറ്റേഴ്സ്, ഇങ്ങോട്ട് വരാനും 55 കിലോമീറ്റർ. അപ്പൊ 2 into 55 12 ആണ് ഒരു കിലോമീറ്ററിന് ചാർജ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്? 1320 ആണ് അതിന്റെ ഉത്തരം. 1320. ട്രാവലിംഗ് കോസ്റ്റ് കിട്ടി. അപ്പൊ ടോട്ടൽ കോസ്റ്റ് എന്തായിരിക്കും? റിഫ്രഷ്മെന്റ്സിന് 4280 ആണ് നമ്മൾ ചെലവാക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ടോട്ടൽ കോസ്റ്റ് എന്തായിരിക്കും? ഈക്വൽ ടു ട്രാവലിംഗ് കോസ്റ്റ് പ്ലസ് റിഫ്രഷ്മെന്റ്സ് കോസ്റ്റ്. 1320 പ്ലസ് 4280 എന്താണ്? 1320 പ്ലസ് 4280 ഈക്വൽ ടു 5600 ആണ് നമ്മളുടെ ഉത്തരം. അപ്പൊ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടി. ഈ നമ്മളോട് ചോദിച്ച ചോദ്യം എന്താ? കോസ്റ്റ് പെർ ഹെഡ്, ഒരാൾക്ക് എത്ര റുപ്യ ആവും എന്നാണ് ചോദിക്കുന്നത്. ടോട്ടൽ കോസ്റ്റ് കിട്ടിയാൽ നമുക്ക് കോസ്റ്റ് പെർ ഹെഡ് കാണാം. ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാരുടെ എണ്ണം നമുക്ക് അറിയുമെങ്കിൽ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ആൾക്കാരുടെ എണ്ണം എന്താ? 30 കുട്ടികളും 2 ടീച്ചർമാരും ഉണ്ട്. അപ്പം 32 ആൾക്കാരാണ്. കോസ്റ്റ് പെർ ഹെഡ് എന്താണ്? ഈക്വൽ ടു 5600 by 32. 30 കുട്ടികളും 2 ടീച്ചർമാരും, അങ്ങനെ 32 ആൾക്കാർ. ഈക്വൽ ടു എന്താണ്? 175 rupees ആണ് ഒരാൾക്ക് വരുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If the first step is at a place 22 km from the school, what percentage of the total distance of 55 km is this? What percentage of the distance is left to be covered? എന്താ ചോദിച്ചിട്ടുള്ളത്? 22 കിലോമീറ്ററിന് ശേഷമാണ് ആദ്യത്തെ സ്റ്റോപ്പ് എങ്കിൽ എത്ര ശതമാനം ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് ചോദിച്ചത്. പിന്നെ എത്ര ശതമാനം കൂടി കവർ ചെയ്യാനുണ്ട്? നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട് ഓഫ് 55 kilometer 22 is covered. ഔട്ട് ഓഫ് 1 kilometer എത്രയാണ് കവേർഡ്? 22 by 55 ആണ് is covered. അപ്പോൾ ഔട്ട് ഓഫ് 100 കിലോമീറ്റർ എത്രയായിരിക്കും? ഔട്ട് ഓഫ് 100 കിലോമീറ്റർ എത്രയായിരിക്കും? 22 by 55 into 100. അതെന്താണ്? 2 by 5 into 100. 2 by 5 into 100 എന്ന് പറഞ്ഞാൽ 40% ആണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. 40% കവേർഡ് ആണ്. 40% of total distance is covered. Percentage of distance to be covered എന്താണ്? ഈക്വൽ ടു 100 minus 40 എന്താണ്? 60%.